തേയിലക്കൊളുന്തിന്റെ വിലക്കുറവും രോഗബാധയും മൂലം ഇടുക്കിയിലെ കർഷകർ പ്രതിസന്ധിയിൽ. തേയിലപ്പൊടിക്ക് വില കുതിച്ചുയരുമ്പോഴും കൊളുന്തിന് വില കുറയുന്നു. ഇതിന് പരിഹാരം കാണാൻ ടീ ബോർഡ് ഇടപെടൽ നടത്തുന്നില്ലെന്നാണ് കർഷകരുടെ പരാതി. ഇടുക്കി ജില്ലയിൽ 12,000-ഓളം ചെറുകിട തേയില കർഷകരുണ്ട്. ഉപ്പുതറ, തോപ്രാംകുടി, കാൽവരി മൗണ്ട്, വാഗമൺ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നായി സീസണിൽ പ്രതിദിനം 2.5 ലക്ഷം കിലോയോളം തേയില കൊളുന്താണ് ഫാക്ടറിയിലേക്ക് പോകുന്നത്. ഉൽപാദനം കൂടുന്ന സമയത്ത് ഫാക്ടറികൾ കൊളുന്ത് വാങ്ങുന്നത് നിർത്തും. ഇതോടെ വിൽക്കാൻ മറ്റു മാർഗമില്ലാതെ കർഷകർ തേയിലക്കൊളുന്ത് ഉപേക്ഷിക്കുകയാണ് പതിവ്. വിലയിടിവാണ് കർഷകർ നേരിടുന്ന മറ്റൊരു പ്രതിസന്ധി. 18 രൂപയാണ് 1 കിലോ കൊളുന്തിന് ഇപ്പോൾ ലഭിക്കുന്നത്. ഉൽപാദന ചിലവുമായി തട്ടിച്ചു നോക്കിയാൽ ഈ വില കൊണ്ട് കൃഷി മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല. ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം കൊളുന്തിന് ന്യായമായ വില കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതിനകത്ത് ടീ ബോർഡ് കാര്യമായ രീതിയിൽ ഇടപെടുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. പൊടി വർധനവ് 30% വില 30% കൂടിയിട്ടും കൊളുന്തിന് ഇപ്പോഴും വില 20% കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ പ്രതികൂല കാലാവസ്ഥയിലും നഷ്ടങ്ങൾ സഹിച്ചും വളലഭ്യതയൊക്കെ വളരെ കുറവാണ്. വളങ്ങളുടെ ലഭ്യതക്കുറവും കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു. സബ്സിഡി നിരക്കിൽ വളം നൽകാൻ ടീ ബോർഡ് നടപടി സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. സിറ്റി വിഷൻ, പീരുമേട്.